പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ നടപടികൾ എങ്ങനെയാണെന്ന് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഓരോ ഡേറ്റുകൾ നോക്കാം. നാളെ 11 മണിക്കാണ് PGയുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഡിഗ്രിയുടേത് 2 മണിക്കാണ് പബ്ലിഷ് ചെയ്യുക. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് അത് എയ്ഡഡ് കോളേജിൽ മാത്രമുള്ളതാണ്. കമ്മ്യൂണിറ്റി കോട്ട സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഗവൺമെൻറ് കോളേജിലോ കമ്മ്യൂണിറ്റി കോട്ടയുള്ള എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഉള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഓപ്ഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപേക്ഷ കൊടുത്തതിൻ്റെ PDF നിങ്ങളുടെ ഓപ്ഷൻ്റെ അടിയിലാണ് കമ്മ്യൂണിറ്റി കോട്ട കോളേജ് എന്ന്. നിങ്ങൾക്ക് ഒരു കോളേജ് അവിടെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കോളേജുകൾക്ക് മെറിറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ CAPID സെക്യൂരിറ്റി കീയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ഓരോ കോളേജിലെയും റാങ്ക് കാണാൻ സാധിക്കും. ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് കോളേജിലേക്ക് കൈമാറും. ഞാൻ മുമ്പ് കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഞാൻ വിദ്യാർത്ഥികളെ കുറേ വിളിച്ചിരുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ആ റാങ്ക് ലിസ്റ്റിലുള്ള 1ാം റാങ്കുകാരനെ ആദ്യം വിളിക്കും, 2ാം റാങ്കുകാരനെ പിന്നെ വിളിക്കും, 3ാം റാങ്കുകാരെ പിന്നെ വിളിക്കും. അങ്ങനെ വിളിച്ച് അതിൽ എത്രയാണോ സീറ്റ് ഉള്ളത് അത് ഫിൽ ചെയ്യുന്നത് വരെ റാങ്കിലുള്ളവരെ വിളിക്കും. ചിലപ്പോൾ 100 200 വരെയൊക്കെ ചില കോളേജുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്മിഷൻ വിളിച്ച് തുടങ്ങി. തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഈ വിദ്യാർത്ഥി വേറെ കോളേജ് കിട്ടുമ്പോൾ ആ കോളേജിലേക്ക് കുട്ടി എന്ത് ചെയ്യും, മാറും, മെറിറ്റിൽ മാറും. അപ്പം എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും സീറ്റ് വേക്കൻസി വരും. അങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടപടികൾ നടക്കും. അപ്പോൾ PGയുടെ അഡ്മിഷൻ ആരംഭിക്കുക, കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ആരംഭിക്കുക 30-ാം തീയതി മുതലാണ്. 30-ാം തീയതി എന്നെ എന്താ വിളിക്കാത്തത് കാത്തിരിക്കരുത്. നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് എത്രയാണ് റാങ്ക്, അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ കോളേജിൽ അന്വേഷിക്കാവുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, TLM കോട്ട, സ്പോർട്സ് കോട്ട, എല്ലാ റാങ്ക് ലിസ്റ്റിന്റെ അഡ്മിഷനും 30-ാം തീയതി മുതൽ ആരംഭിക്കും. ഓക്കെ, അതാത് കോളേജുകളാണ് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. അതിന് പ്രത്യേകമായിട്ട് അലോട്ട്മെന്റ് ഒന്നും പബ്ലിഷ് ചെയ്യില്ല. അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെന്റ് കിട്ടുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ ആ സമയത്ത് മാൻഡേറ്ററി ഫീ അടക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കോട്ടയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വട്ടം പോലും മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, മാൻഡേറ്ററി ഫീ അടക്കണം. ഡിഗ്രിയുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ 1-ാം തീയതിയാണ് ആരംഭിക്കുക. അന്ന് തന്നെയാണ് സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ടയുടെ ഒക്കെ അഡ്മിഷൻ ആരംഭിക്കുക. അത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെ ഈ കമ്മ്യൂണിറ്റി കോട്ട ഡിഗ്രിയുടേത് ഉണ്ടായിരിക്കും, അതിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ കോളേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വരും. കോൾ വരുമ്പോൾ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയാം, നോ ആണെങ്കിൽ നോ എന്ന് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഉള്ളത് എന്നുള്ള മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിലുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.